Hi dear students, in international trade we are discussing about the production effects of this growth on trade. Like അതായത് ഒരു കൺട്രിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രൊഡക്ഷനിൽ എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടാവുന്നു, പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഏതൊക്കെ രീതിയിലാണ്, എക്സ്പോർട്ട് ബയാസ്ഡാണോ ഇമ്പോർട്ട് ബയാസ്ഡാണോ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ നമുക്കറിയാൻ സാധിക്കും എക്സ്പോർട്ടബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റി അതുപോലെ തന്നെ ഇമ്പോർട്ടബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റി അതിൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചസിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കൺട്രിയിൽ എക്സ്പോർട്ട് ബയാസ്ഡ് ആയിട്ടാണോ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്, ഇമ്പോർട്ട് ബയാസ്ഡ് ആണോ, അല്ലെങ്കിൽ അൾട്രാ ഇമ്പോർട്ട് ബയാസ്ഡ് ആണോ, അൾട്രാ എക്സ്പോർട്ട് ബയാസ്ഡ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ എഫക്ട്സ് ഓഫ് ഗ്രോത്തിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കൺസംഷൻ എഫക്ട്സ് ഓഫ് ഗ്രോത്ത് ആണ്. ഇതേപോലെ തന്നെ പ്രൊഡക്ഷൻ എഫക്ട്സ് ഓഫ് ഗ്രോത്ത് പറഞ്ഞതുപോലെ തന്നെ കൺസംഷൻ പാറ്റേൺ, ഒരു കൺട്രിയുടെ കൺസംഷൻ പാറ്റേണിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആ ഒരു കൺട്രിയിൽ എന്ത് തരത്തിൽ എക്സ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത് ആണോ ഇമ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത് ആണോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ അത്തരത്തിലുള്ള ഈ ഒരു കൺസംഷൻ എഫക്ട്സ് ഓഫ് ദിസ് ഗ്രോത്ത് ഓൺ ട്രേഡ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വെൽക്കം ടു ദിസ് സെഷൻ. Okay, the consumption effects of growth. The process of growth in a given country denoted by the fact that growth can bring about changes in its consumption pattern. ഓക്കെ, ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് അല്ലേ, അത് എങ്ങനെയാണ് ഇൻ എ ഗിവൺ കൺട്രി ഡിനോട്ടഡ് ബൈ ദ ഫാക്ടർ ഗ്രോത്ത് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് കൺസംഷൻ പാറ്റേൺ അല്ലേ. അപ്പോൾ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊഡക്ഷനിൽ ചേഞ്ച് ഉണ്ടാക്കുന്നു പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ് കൺസംഷൻ പാറ്റേണിലും ഈ ഒരു ഗ്രോത്ത് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസംഷനിൽ എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു, if there is an increased consumption of the importable commodity, the volume of trade is likely to get enlarged. ഓക്കെ, അപ്പോൾ കൺസംഷൻ ഓഫ് ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റിയിൽ വർധനവ് ഉണ്ടാവുകയാണ്, ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റിയുടെ കൺസംഷനിൽ വർധനവ് ഉണ്ടാവുന്നു എന്ന് വിചാരിക്കാം. ദ വോളിയം ഓഫ് ട്രേഡ് ഈസ് ലൈക്ലി ടു ബി എൻലാർജ്ഡ്. അപ്പോൾ ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റിയുടെ കൺസംഷൻ വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ ഒരു വോളിയം ഓഫ് ട്രേഡ് വർദ്ധിക്കുന്നു എന്നാണ് അർത്ഥം അല്ലേ. അതായത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസ്, ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിൻ്റെ കൺസംഷൻ ഡൊമസ്റ്റിക് കൺട്രിയിൽ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ധാരാളമായിട്ട് ഫോറിൻ കമ്മോഡിറ്റീസ് ആവശ്യപ്പെടുന്ന ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്താണ്, വോളിയം ഓഫ് ട്രേഡ് എൻലാർജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദെൻ on the opposite, if the consumption of exportable commodity registers an increase, ഇതിന് വിപരീതമായിട്ട് എന്താണ്, കൺസംഷൻ ഓഫ് എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റി രജിസ്റ്റേഴ്സ് ഇൻക്രീസ്, ദർ ഈസ് ലൈക്ലി ടു ബി എ ഡിക്ലൈൻ ഇൻ ദി വോളിയം ഓഫ് ട്രേഡ്. ഓക്കെ, അവിടെ ഈ ഒരു കൺസംഷൻ ഓഫ് എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റിയിൽ ഉണ്ടാകുന്ന കൺസംഷൻ അത് വർദ്ധിക്കുക എന്ന് വിചാരിക്കുക. ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റിയിൽ ഉണ്ടാകുന്ന കൺസംഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വോളിയം ഓഫ് ട്രേഡ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൺസംഷൻ ഓഫ് എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റി അതിലുണ്ടാകുന്ന വർധനം എന്താ, ദാറ്റ് ലീഡ്സ് ടു എ ഡിക്ലൈൻ ഇൻ ദി വോളിയം ഓഫ് ട്രേഡ്. ആ ഒരു രാഷ്ട്രത്തിൻ്റെ വോളിയം ഓഫ് ട്രേഡ് കുറയുന്നതിന് കാരണമാകുന്നു. എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസ് മുഴുവനായിട്ടും ഡൊമസ്റ്റിക് ആയിട്ട് അവിടെ കൺസ്യൂം ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു വോളിയം ഓഫ് ട്രേഡിൽ കുറവ് സംഭവിക്കുക അല്ലെ, ട്രാൻസാക്ഷൻസിൽ എക്സ്പോർട്ടിൽ കുറവ് സംഭവിക്കുന്നതിന് അത് കാരണമാകുന്നുണ്ട്. As in the case of production, Johnson has classified the consumption effects of factor growth as neutral, export biased, ultra export biased, import biased and ultra import biased. ഓക്കെ, അതായത് പ്രൊഡക്ഷൻ എഫക്റ്റിൽ ക്ലാസിഫൈ ചെയ്തതുപോലെ തന്നെ, എഫക്റ്റ് ഓഫ് ഗ്രോത്തിൽ ക്ലാസിഫൈ ചെയ്തതുപോലെ തന്നെ ഈ കൺസംഷൻ എഫക്ട്സിനെയും പ്രധാനമായിട്ടും അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ന്യൂട്രൽ, ദെൻ എക്സ്പോർട്ട് ബയാസ്ഡ്, അൾട്രാ എക്സ്പോർട്ട് ബയാസ്ഡ്, ഇമ്പോർട്ട് ബയാസ്ഡ് ആൻഡ് അൾട്രാ ഇമ്പോർട്ട് ബയാസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ 5 ടൈപ്പ് ഓഫ് ഗ്രോത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
The growth process is said to be neutral if the increase in the demand for exportable commodity takes place in the same proportion in which the demand for importable commodity that is by increases. ഇപ്പോൾ രണ്ട് കമ്മോഡിറ്റീസ് എക്സും വൈയും നിലനിൽക്കുന്നുണ്ട് വിചാരിക്കുക. എക്സ് എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റീസ് ആണ്, ആൻഡ് ദെൻ വൈ ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റി ആണ്. ഈ രണ്ട് കമ്മോഡിറ്റിയിലെയും ഡിമാൻഡ് ഡൊമസ്റ്റിക് ഡിമാൻഡിൽ സെയിം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വർധനവാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ന് പറയുന്നു? ദാറ്റ് ഈസ് ദ ഗ്രോത്ത് ഈസ് സെറ്റ് ടു ബി ന്യൂട്രൽ. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റിയിൽ കൺസംഷൻ വർദ്ധിക്കുന്നു, അതിന് ആനുപാതികമായിട്ട് തന്നെ ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റിയിലും കൺസംഷൻ വർദ്ധിക്കുന്നു. ദാറ്റ് ഈസ് കാൾഡ് ന്യൂട്രൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. Then growth is import biased or anti-trade biased if the increase in demand for importable good is less than proportionate compared with the increase in the demand for exportable good. Okay, growth import biased ആവുന്ന എപ്പോഴാണ്? അല്ലാന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ബയാസ്ഡ് അല്ലെങ്കിൽ അതിനെ ആൻറ്റി ട്രേഡ് ബയാസ്ഡ് എന്ന് കൂടി പറഞ്ഞു വിളിക്കാറുണ്ട് അല്ലേ. ഈ ഇമ്പോർട്ട് ബയാസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇഫ് ദ ഇൻക്രീസ് ഇൻ ദി ഡിമാൻഡ് ഫോർ ഇമ്പോർട്ടബിൾ ഗുഡ് ഈസ് ലെസ് ദാൻ, ഇമ്പോർട്ടബിൾ ഗുഡിൻ്റെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവ് കുറവാണ് എന്തിനേക്കാൾ? ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് കമ്പയർഡ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദി ഡിമാൻഡ് ഫോർ എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റി. എക്സ്പോർട്ടബിൾ ഗുഡിൻ്റെ ഡിമാൻഡിലുണ്ടാകുന്ന വർധനവിനേക്കാൾ കുറവാണ്, അതിനേക്കാൾ കുറവാണ് ഈ ഒരു ഇമ്പോർട്ടബിൾ ഗുഡിൻ്റെ ഡിമാൻഡ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഇമ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് ക്യാൻ ബി റിഗാർഡഡ് ആസ് അൾട്രാ ഇമ്പോർട്ട് ബയാസ്ഡ്. ഓക്കെ, അൾട്രാ ഇമ്പോർട്ട് ബയാസ്ഡ് ആയിട്ട് ഈ ഒരു പ്രോസസ് ഓഫ് ഗ്രോത്തിനെ പറയുന്നത് എപ്പോഴാണ്? ഓർ അൾട്രാ ആൻറ്റി ട്രേഡ് ബയാസ്ഡ്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് അൾട്രാ ആൻറ്റി ട്രേഡ് ബയാസ്ഡ് ഇഫ് ദ ഡിമാൻഡ് ഫോർ ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റി ഡിക്രീസസ് ഇൻ ആബ്സല്യൂട്ട് ടേംസ്. അല്ലേ, അതായത് ഈ ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റിയിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് അബ്സല്യൂട്ട് ടേംസിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ, മൊത്തമായിട്ട് അവിടെ കുറവ് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ദ അൾട്രാ ഇമ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, there is export biased or pro-trade biased growth when the demand for importable commodity increases more than proportionately compared with the increase in the demand in the exportable commodity. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് എക്സ്പോർട്ട് ബയാസ്ഡ് ആയിട്ട് മാറുന്ന എപ്പോഴാണ്? When the demand for importable commodity increases more than proportionately compared with the increase in the demand for exportable commodity. എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റിനേക്കാൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റിയുടെ ഡിമാൻഡാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഗ്രോത്ത് ഈസ് കാൾഡ് എക്സ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത്. ഓക്കെ, when the demand for exportable commodity decreases in the absolute terms, the growth process is said to be ultra export biased or ultra pro-trade biased. Okay, demand for exportable commodity decreases in absolute terms. മൊത്തമായിട്ട് എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡിൽ കുറവ് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയും? അൾട്രാ എക്സ്പോർട്ട് ബയാസ്ഡ് അല്ലെങ്കിൽ അൾട്രാ പ്രോ-ട്രേഡ് ബയാസ്ഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 ടൈപ്സ് ഓഫ് ട്രേഡ് ഗ്രോത്തുകൾ ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. നമ്മൾ പ്രൊഡക്ഷൻ എഫക്റ്റ് ഉണ്ടാകുന്നത് പോലെ തന്നെ കൺസംഷൻ എഫക്റ്റിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ നമുക്ക് ഗ്രോത്തിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. H.G. Johnson pointed out that the output elasticity of demand for importable can measure the nature of growth in relation to trade. ഈ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇമ്പോർട്ടബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അനുസരിച്ച് കൊണ്ട് നമുക്കത് ആ ഒരു കൺട്രിയുടെ നേച്ചർ ഓഫ് ഗ്രോത്ത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ ഗ്രോത്ത് പ്രോസസ് ഈസ് ഇമ്പോർട്ട് ബയാസ്ഡ്. ആ ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് പ്രോസസ് ഇമ്പോർട്ട് ബയാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഇമ്പോർട്ട് ബയാസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ബയാസ്ഡ് ആയിരിക്കാം. അതെങ്ങനെയായിരിക്കും ഈ ഒരു ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക? അവിടെ ഈ ലെസ് ദാൻ യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ഔട്ട്പുട്ട് elasticity of demand for importable commodities less than unity, that growth is called import biased. Import biased less than unity ആണെന്നെങ്കിൽ import biased growth ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. then equal to 1 ആണെന്നുണ്ടെങ്കിൽ that is neutral growth. ഓക്കെ, ദെൻ ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദീസ് ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റീസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഗ്രോത്ത് ഈസ് കാൾഡ് എക്സ്പോർട്ട് ബയാസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ 3 രീതിയിൽ ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നോക്കിക്കൊണ്ട് ആ ഒരു കൺട്രിയിൽ ഏത് തരത്തിലാണ് ഈ കമ്മോഡിറ്റീസ് ഏത് തരത്തിലാണ് ഗ്രോത്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Okay, if the output elasticity of demand for importable commodity is negative,
ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇമ്പോർട്ടബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നെഗറ്റീവായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ദ ഗ്രോത്ത് പ്രോസസ് ഈസ് അൾട്രാ ഇമ്പോർട്ട് ബയോസ്ഡ് അല്ലേ, അൾട്രാ ഇമ്പോർട്ട് ബയാസ്ഡ്. ഓക്കെ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അൾട്രാ ഇമ്പോർട്ട് ബയാസ്ഡ് ആയിരിക്കും ഗ്രോത്ത് എന്ന് പറയുന്നത്. ദെൻ ഓൺ ദ ഓപ്പോസിറ്റ്, ഇഫ് ദ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റി ഈസ് നെഗറ്റീവ്, എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റി ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റിയുടെ നെഗറ്റീവ് ആകുമ്പോഴാണ് അൾട്രാ ഇമ്പോർട്ട് ബയാസ്ഡ് ആയിട്ട് മാറുന്നത്. ദെൻ എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റിയുടെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് ഈസ് കോൾഡ് അൾട്രാ എക്സ്പോർട്ട് ബയാസ്ഡ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ nature of this elasticity of demand for exportable and importable ഇതിൽ വരുന്ന ഈ ഒരു വ്യത്യാസങ്ങൾക്കനുസരിച്ചുകൊണ്ട് അത് ഏത് തരത്തിലുള്ള ഗ്രോത്താണ് ആ എക്കണോമിയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കൺസംഷൻ എഫക്റ്റിൻ്റെ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് the figure 11 the original position of the production and consumption equilibrium is determined at R. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഡയഗ്രത്തിനകത്ത് ഒറിജിനൽ പൊസിഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ആർ എന്ന് പറയുന്ന പോയിന്റിലാണ്. അറ്റ് ദിസ് പോയിന്റ് ദ ടേംസ് ഓഫ് ട്രേഡ് ലൈൻ ഈസ് TT1. ടേംസ് ഓഫ് ട്രേഡ് ലൈൻ TT1 ആണ്. ഇറ്റ് ഈസ് ടാൻജന്റ് ടു ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PP1. PP1 എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായിട്ട് അത് ടാൻജന്റ് ചെയ്ത് പോകുന്നു. ഓൺ ദ വൺ ഹാൻഡ് ടാൻജന്റ് ടു ദ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് ആയി. ഓക്കെ, കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്ന എന്താ? ദാറ്റ് ഷോസ് ദ കൺസംഷൻ പാറ്റേൺ ഓഫ് ദ കൺട്രി അല്ലേ, കൺട്രിയുടെ കൺസംഷൻ പാറ്റേൺ ആണ് കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ എന്താണ്, ഈ ഒരു കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവും ടാൻജന്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ദാറ്റ് ഷോസ് ദ കൺസംഷൻ എഫക്റ്റ് ഓഫ് ദ ഗ്രോത്ത്. ദെൻ on the other if the growth takes place the production equilibrium shifts to S എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, it is assumed that the terms of trade remains unchanged so that the terms of trade T2 T3 പാരലൽ ടു TT. അപ്പോൾ ടേംസ് ഓഫ് ട്രേഡിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, അവിടെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ T1 എന്ന് പറയുന്ന പ്രൈസ് ലൈൻ T2 T3 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, മുൻപോട്ട് പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ദ കൺസംഷൻ ഇക്വിലിബ്രിയം മേ ബി ഗെറ്റ് ഡിറ്റർമിൻഡ് അറ്റ് എനി പൊസിഷൻ T2 T3. ഓക്കെ, T2 T3 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഏത് പോയിന്റിൽ വേണമെങ്കിലും എന്താണ് കൺസംഷൻ ഇക്വിലിബ്രിയം സാധ്യമാക്കാം. ഓക്കെ, അപ്പോൾ വേർ ഇറ്റ് ബിക്കംസ് ടാൻജന്റ് ടു സം ഹയർ കമ്മോഡിറ്റി ഡിഫറൻസ് കർവ് ഇഫ് ദ കൺസംഷൻ ടേക്സ് പ്ലേസ് അറ്റ് S. ഓക്കെ, അപ്പോൾ ഇവിടെ S എന്ന് പറയുന്ന പോയിന്റിലാണ് കൺസംഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഫ് ദ കൺസംഷൻ ടേക്സ് പ്ലേസ് അറ്റ് S ആൻഡ് ദർ ആർ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ദി കൺസംഷൻ ഓഫ് ടു കമ്മോഡിറ്റീസ് ഗ്രോത്ത് ഈസ് ന്യൂട്രൽ. ഓക്കെ, രണ്ട് കമ്മോഡിറ്റി എക്സ്പോർട്ടബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റിയുടെയും ഇമ്പോർട്ടബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റിയുടെയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. ആ പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്തിൽ എന്താണ് സെയിം കൺസംഷൻ S എന്ന് പറയുന്ന പോയിന്റിൽ കൺസംഷൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഗ്രോത്ത് ഈസ് കാൾഡ് ന്യൂട്രൽ. ഓക്കെ, ദെൻ if consumption takes place in the range to S to M എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന് അകത്താണ് അവിടെ കൺസംഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ എസിനും എമ്മിനും ഇടയ്ക്കുള്ള ഒരു പോയിന്റിലാണ് കൺസംഷൻ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് എക്സ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത്. ഓക്കെ, എക്സ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത്. Then as the demand for importable commodity Y increases at a proportionately greater rate than the demand for exportable commodity. Okay, then that is the case of export biased case. Then അതേപോലെ തന്നെ ഈ ഒരു S എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് N എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൻ്റെ ഇടയ്ക്കാണ് അവിടെ കൺസംഷൻ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഇമ്പോർട്ട് ബയാസ്ഡ്. ഓക്കെ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റീസിൻ്റെ എന്താണ് കൺസംഷൻ വർദ്ധിക്കുന്നു, ദെൻ ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റീസിൻ്റെ കൺസംഷനിൽ എന്താണ് അവിടെ കുറവ് സംഭവിക്കുന്നു അല്ലേ. സെയിം ആയിട്ട് തന്നെ അതായത് ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റിയുടെ സെയിം ആയിട്ട് തന്നെ നിർത്തിയിട്ട് അവിടെ എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റിയുടെ കൺസംഷൻ വർദ്ധിക്കുന്നു. ദാറ്റ് ഈസ് കാൾഡ് ഇമ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത്. അതേപോലെ തന്നെ എമ്മിൽ നിന്ന് T2യിലേക്കുള്ള ഈ ഇത്രയും ഭാഗം അൾട്രാ എക്സ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ദെൻ എന്നിൽ നിന്ന് T3 എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് കൺസംഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് അൾട്രാ ഇമ്പോർട്ട് ബയാസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രൊഡക്ഷൻ എഫക്റ്റിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു കൺസംഷൻ എഫക്റ്റിലും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. Then so far in this analysis it was supposed that the taste pattern and distribution of income remain the same. With the expansion in income subsequent to growth there can be change in
taste pattern and income distribution. These factors can bring about significant change in the relative demand for two commodities. ഓക്കെ, ഇവിടെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ ടേസ്റ്റും അതുപോലെ തന്നെ പാറ്റേൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഒക്കെ സെയിം ആയിട്ടാണ് നിലനിർത്തിയിട്ടാണ് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകത്തിൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ഇൻകത്തിൽ എക്സ്പാൻഷൻ സംഭവിക്കുമെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് പാറ്റേൺസിലും ഒക്കെ വ്യത്യാസം സംഭവിക്കും. ദെൻ ഇതിനനുസരിച്ച് കൊണ്ട് എന്താണ് ഈ ഒരു കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡിൽ വരുന്ന വ്യത്യാസം, ഡിമാൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് കൊണ്ട് അത് എക്സ്പോർട്ട് ബയാസിലാണോ ഇമ്പോർട്ട് ബയാസിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ കൺസംഷൻ എഫക്റ്റ് ഓഫ് ദ ഗ്രോത്ത് ഓൺ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.